ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ മരണവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങളും ഇന്നലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി നടത്തിയ ചർച്ച വിജയത്തിലേക്ക് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഡോക്ടർമാരുടെ സംഘടനയുമായി നടത്തിയ ചർച്ചയിൽ ഡോക്ടർമാർ മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക ആവശ്യങ്ങളും അംഗീകരിച്ചു എന്നാണ് അറിയുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച സമരമാണ് ബംഗാളിലെ ഡോക്ടർമാർക്ക് നടത്തേണ്ടി വന്നത്. സമരത്തിന്റെ കാരണങ്ങൾ നമ്മളെ ഏവരെയും ദുഃഖിപ്പിക്കുന്നതാണ്. ആ മരണപ്പെട്ട ആൾക്ക് നീതി ലഭിച്ചു എന്ന് ഉറപ്പാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ബാക്കി മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്, കർത്തവ്യമാണ്, കടമയാണ്. ഡോക്ടർമാർ സമരരംഗത്തുണ്ട് എന്നതുകൊണ്ട് അവർ മാത്രമല്ല ആവശ്യക്കാർ. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നീതി നേടിയെടുക്കുക എന്ന ഈ സമരത്തിൽ പങ്കാളികളാണ്. കൂടെ ജോലി ചെയ്യുന്നു എന്നത് കൊണ്ട് ഡോക്ടർമാർ നേരിട്ട് സമരത്തിൽ പങ്കെടുക്കുന്നു എന്നതൊഴിച്ചാൽ ഇരക്ക് നീതി ലഭ്യമാക്കുക എന്നത് നമ്മുടെ മുഴുവൻ ഭാരതീയരുടെയും കടമയാണ് എന്നതിൽ സംശയമില്ല. സമരരംഗത്തുള്ള ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ 99% അംഗീകരിച്ചതിനാൽ അവരോട് ജോലിയിലേക്ക് മടങ്ങാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി അഭ്യർത്ഥിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സംഭവത്തിൽ സർക്കാർ കാര്യമായി ഇടപെടുന്നില്ല എന്ന പ്രതിഷേധമുയർത്തി പശ്ചിമ ബംഗാളിലെ ഒരു MP തന്നെ സ്ഥാനം രാജിവെക്കുന്ന സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് രാജ്യത്ത് തന്നെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത്. ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു പ്രതി. കൽക്കത്തയിലെ ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രാജ്യത്തെ മുഴുവൻ ഡോക്ടർമാരും സമരം നടത്തിയിരുന്നു. സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് നമ്മുടെ കേരളത്തിലെ ഡോക്ടർമാരും ഈ സമരത്തിൽ പങ്കുചേർന്നു. ഈ വിഷയത്തിൽ നമ്മുടെ പരമോന്നത നീതിപീഠം സ്വമേധയാ കേസെടുക്കുക കൂടി ചെയ്തു. ഡോക്ടർമാരുടെ സമരം രോഗികളെ സാരമായി ബാധിച്ചുവെങ്കിലും രാജ്യത്ത് ആകെയുള്ള ജനങ്ങളുടെ പിന്തുണ ഈ വിഷയത്തിൽ ഡോക്ടർമാർക്കുണ്ട് എന്നത് ശ്രദ്ധേയമായി. നമ്മുടെ പരമോന്നത നീതിപീഠം ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായി. ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷയ്ക്ക് ദേശീയ മാർഗരേഖയുണ്ടാക്കാൻ 10 അംഗ ദൗത്യസേനയെ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുണ്ട്. കോടതിയുടെ ഈ ഇടപെടൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. മുഖ്യമന്ത്രിയുമായി സമരം ചെയ്യുന്ന ഡോക്ടർമാർ നടത്തിയ ചർച്ചയിൽ ആരോഗ്യരംഗത്ത് ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവത്തിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയായ CBIയുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ 37 ദിവസമാണ് ഡോക്ടർമാരുടെ സമരം പിന്നിട്ടത്. ഏതായാലും സുപ്രീം കോടതിയുടെ ഇടപെടലും CBIയുടെ അന്വേഷണവും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഇടപെടലും കൊണ്ട് ഇരക്ക് നീതി ലഭിക്കുകയും ഇത്തരം സംഭവങ്ങൾ ഇനി രാജ്യത്ത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാം.